If you have the ability to love, love yourself first. ജീവിക്കുന്നു എന്ന അടയാളപ്പെടുത്തലിന് സൈക്യാട്രിക് മരുന്നുകളെ അഭയം പ്രാപിക്കേണ്ടി വന്നൊരു സാഹചര്യത്തിലാണ് പുസ്തകവണ്ടിയിൽ നിമ്നയുടെ ഈ പുസ്തകം ഞാൻ കാണാനിടയായത്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പേര് കണ്ടപ്പോൾ ജീവിതത്തിൽ തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസമായേക്കാം എന്ന പ്രതീക്ഷയിലാണ് വായിച്ചു തുടങ്ങിയത്. പക്ഷേ അക്കാര്യത്തിൽ ന്യൂ ജനറേഷൻ ട്രെൻഡ് സെറ്ററായി മാറിയ നിമ്ന വിജയ് എന്നെ തീരെ നിരാശപ്പെടുത്തിയില്ല. അതിഥിയുടെ കഥയാണിത്. ആരെയും സ്നേഹിക്കാൻ കഴിയാത്ത, ഒന്നിലും സംതൃപ്തിപ്പെടാൻ കഴിയാത്തൊരു പെൺകുട്ടി. അവൾ നിരന്തരം ഡയറി എഴുതുകയാണ്. ആകസ്മികമായി ആ ഡയറി വായിക്കാനിടയായ ചെറുപ്പക്കാരനുമായി പിന്നീട് അവൾ പ്രണയത്തിലാവുകയാണ്. പിന്നീട് അവർക്കിടയിലുണ്ടാവുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരായി ജനിച്ചു വളർന്ന നിമ്ന വിജയ് ഈ പുസ്തകത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളുണ്ട്. അതിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസും ടോക്സിക് പാരൻറ്റിങ്ങും സെക്ഷൽ അബ്യൂസും ഒക്കെ ഉൾപ്പെടുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബെസ്റ്റ് സെല്ലറായി മാറിയ നിമ്നയെ വായിച്ച് നമ്മുടെ ചെറുപ്പക്കാർ വായനയുടെ വിശാലമായ ലോകത്ത് അതിൻ്റെ ലഹരി നുണഞ്ഞുകൊണ്ട് MTയെയും ബഷീറിനെയും മുകുന്ദനെയും ഒക്കെ തിരയുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതേയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല ഈ പുസ്തകം. പക്ഷേ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിത് വായിച്ചു തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായും പിന്നീട് നിങ്ങളുടെ ജീവിതവുമായി തന്നെ നിങ്ങൾ പ്രണയത്തിലായിത്തീരും.